ഹലോ, ഇത് ഇൻഡിപെൻഡൻസ് ഡേൻ്റെ അന്ന് എടുത്ത വ്ളോഗാണ് കേട്ടോ. ജസു ഈ കരയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നേരത്തെ എണീപ്പിച്ച് കുളിപ്പിച്ചതിൻ്റെ കരച്ചിലാണ് ഈ കാണുന്നത്. കാരണം എന്താ വെച്ചാൽ 8:30 ആകുമ്പോഴത്തേനും സ്കൂളിൽ എത്തണം പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നേരത്തെ എണീപ്പിച്ച് കുളിപ്പിച്ചൊക്കെ സെറ്റാക്കി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഓനക്ക് പഴം കൊടുത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാൻ നിന്നില്ല. വേഗം ഫ്രഷപ്പൊക്കെ ആയിട്ട് സ്കൂളിൽ പോകാനുള്ള ഒരു തിരക്കിലായിരുന്നു. അങ്ങനെ പഴമൊക്കെ കഴിച്ച് കഴിഞ്ഞതും ഇളയച്ചൻ മേടിച്ചെന്ന ആർമീൻ്റെ ഡ്രസ്സ് ഉണ്ടായിരുന്നു. അത് മേടിച്ച് തന്ന ശേഷം ജസു പ്രോപ്പറായിട്ട് അത് ഇട്ടിട്ടില്ല. അപ്പോൾ ശരി എങ്ങോട്ടേക്കും പോകുമ്പോൾ ഇടാൻ പറഞ്ഞിരിക്കുമ്പോഴാണ് നമ്മുടെ ഈ ഇൻഡിപെൻഡൻസ് ഡേ നമ്മുടെ മുമ്പിലേക്ക് വന്നത്. അപ്പോൾ അതിൽ തന്നെ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെയൊക്കെ പോയി ഫ്ലാഗും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വന്ന് അങ്ങനെ ഞാനും താത്തയും സൂനമോളും നിയമോളും എല്ലാവരും പാടെ സ്കൂൾക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അവസാനം സ്കൂളെത്തിയപ്പോൾ ഒന്നും തുടങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മളൊരു 8:30 8:45 ആകുമ്പോഴത്തേനും എത്തി. അങ്ങനെ സ്കൂളിലൊക്കെ എത്തി എല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു. ജസു ഭയങ്കര ടെൻഷനിൽ ഇതുമ്മ എന്നെ ആരെങ്കിലും കളിയാക്കുമോ, എന്നെ എന്തെങ്കിലും പറയുമോ എന്നൊക്കെയുള്ളൊരു ടെൻഷനിൽ ഓന് ചിരിക്കണേ ഉണ്ടായിരുന്നില്ല. അതിന് ശേഷം എല്ലാവരും കൂടി പാട്ടും കാര്യങ്ങളൊക്കെ ആയി അടിപൊളി സെറ്റായിട്ടുള്ള പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ജസുവിനെ സ്റ്റേജിൽ കയറ്റി നിർത്തി. വിചാരിച്ചേ ഇല്ല നമ്മൾ സ്റ്റേജിൽ കയറ്റി നിർത്തുമെന്ന്. എല്ലാ കുട്ടികളും പല പല വേഷത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ പരിപാടികൾ എന്തൊക്കെയാണെന്ന് കാണാം. അസംബ്ലിയിൽ അണിനിരക്കുക. School attention. Flag salute. Order. And sisters. My brothers and sisters. I love my country. I love my country. And I am proud of it. Rich and very അങ്ങനെ ഫ്ലാഗും കാര്യങ്ങളൊക്കെ ഉയർത്തി പ്രതിജ്ഞയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പ്രതിജ്ഞയൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ സ്കൂൾ മെമ്മറീസ് ഒക്കെ ഓർമ്മ വന്നേ. 1947 വരെ 449 സംവത്സരക്കാലം ഇന്ത്യയുടെ വൈദേശിക സമര പോരാട്ട വേദിയിൽ രക്തം കൊണ്ട് ചരിത്രം രചിച്ച എല്ലാവർക്കും നമസ്കാരം. ഏറ്റവും ബഹുമാനനായ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ അധ്യക്ഷൻ, ഈ വിദ്യാലയത്തിൻ്റെ മാനേജർ ടി റംലത്ത് അവറുകൾ, നമുക്ക് എനിക്ക് ജസുവിൻ്റെ സ്കൂളിൽ നിൽക്കുന്ന ഓരോ മൂമെൻറ്റും ഓരോ പരിപാടിക്കൊക്കെ എനിക്ക് എൻ്റെ സ്കൂൾ ഓർമ്മകളും കാര്യങ്ങളും അവിടുത്തെ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ഫുള്ള് ഓർമ്മ വരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് സാഡൊക്കെ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ മിസ് ചെയ്യാൻ തുടങ്ങി. അത്രത്തോളം ബോധവാന്മാരായിട്ടാവില്ല ചെയ്യുന്നത്. പക്ഷെ ആ എഫേർട്ടിൻ്റെ പുറകിൽ നിങ്ങൾ നൽകുന്നൊരു സന്ദേശമുണ്ട്. ഈ രാജ്യത്തോടുള്ള നിങ്ങളുടെ പ്രതിബദ്ധതയാണ് നിങ്ങളെ കാണിച്ചതെന്നും കൂടെ ഓർമ്മിക്കുന്നു. പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഇത്ര നേരത്തെ ഈ ഒരു വേഷത്തിൽ ഇവിടെ എത്തിച്ച് കൊണ്ടുവന്നില്ലേ പറഞ്ഞിട്ട് പ്രിൻസിപ്പൽ സാറിന് നമ്മൾക്കൊക്കെ നന്ദി അറിയിച്ചു. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി എല്ലാ പേരൻസിനും എനിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ സൂന പൊരിഞ്ഞ കളി. ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേനെ പറ്റി പ്രൗഡായിട്ട് പറഞ്ഞ കുട്ടി റാഷിൻ്റെ കസിൻ്റെ മോളാണ്. അവൾ ആ സ്പീച്ചിങ് ഒക്കെ എങ്ങനെ അടിപൊളിയായി പറഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു അത് കേൾക്കാൻ തന്നെ. പ്രസിഡന്റ് ഷിജു, അതുപോലെ തന്നെ മാനേജർ, പൂർത്തിയാക്കി 80ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു. ഏവർക്കും 1000 സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊള്ളുന്നു. ഈ സ്വാതന്ത്ര്യ ദിനം ഓരോ അങ്ങനെ പരിപാടിൻ്റെ ഇടയിൽ കൂടെ തന്നെ മധുര വിതരണം ഉണ്ടായിരുന്നു. ഞാൻ പായസമാണ് വിചാരിച്ചിട്ട് വന്നു. വീട്ടിൽ നിന്ന് ഉമ്മയും പറഞ്ഞു പായസമായിരിക്കുന്നു. അത് വിചാരിച്ചിട്ട് വന്ന് നോക്കുക, പായസമല്ല നമുക്ക് കിട്ടിയത്, ജിലോബിയാണ്. എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. ശാന്തി മന്ത്രമായി ഹിന്ദുവും മനസ്നേഹദൂതുമായി ക്രിസ്ത്യനും സമാധാനമോദി മുസ
പരിപാടിയൊക്കെ ഇങ്ങനെ പോയിട്ടിരിക്കുന്ന ഇടയിൽ സ്റ്റേജിലുണ്ടായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെയും ഗാന്ധിജീനെയും വേറെ ആരെയും കാണുന്നില്ല. ജസു മാത്രം അവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് നടക്കണ്ടായിരുന്നു. അപ്പോൾ അവനെയും കുറച്ച് അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോസൊക്കെ എടുത്തു. Teachers and my dear friends, today is a glorious day. I wish you my happy Independence Day. I wish to all of you. India become independent on ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ജസു സല്യൂട്ട് ചെയ്യും, തൊപ്പി നേരാക്കും, അങ്ങനെ ഓരോ പരിപാടിയിലായിരുന്നു. പിന്നെ ഞാൻ ജസുവിനെ വിളിച്ചുകൊണ്ടുവന്ന് കുറച്ച് നേരം ഇവിടെ ഇരിക്കി, കാല് കടച്ചലുണ്ടാവും പറഞ്ഞാൽ അവനെ അവിടെ സൈഡാക്കി ഇരുത്തി ഞങ്ങളൊക്കെ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഓഗസ്റ്റ് 15 ഭാരതീയ അഭിമാനത്തോടെ അനുസ്മരിക്കുന്ന സന്തോഷം. ഡിജിറ്റൽ ഇന്ത്യയുടെ പോസ്റ്റർ തയ്യാറാക്കിയിട്ടുള്ളത് ഇപ്പോൾ HML മാനേജർക്ക് നൽകിക്കൊണ്ടത് പ്രകാശനം ചെയ്യുകയാണ്. PTA പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, MPA പ്രസിഡന്റ് ഇവർ കൂടി വേദിയിലേക്ക് എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. അടുത്തത് നമ്മുടെ സ്കൂളിലെ അധ്യാപകൻ കൂടിയാണ് രക്ഷിതാവ്. UP വിഭാഗത്തിൽ ക്യാഷ് പ്രൈസിന് അർഹത നേടി സെക്കൻഡ് കരസ്ഥമാക്കിയിരിക്കുന്നത് മുഹമ്മദ് വിന്നേഴ്സില് നാഗസാക്കി ഹിരോഷിമയുടെ പീസ് ട്രീ മേക്കിംഗ് കോമ്പറ്റീഷൻ വിന്നേഴ്സ് ആയിട്ടുള്ളത്. ഫസ്റ്റ് പ്രൈസ് ആണ് നമ്മുടെ ഓഗസ്റ്റ് 5 സ്വാതന്ത്ര്യദിന ആഘോഷം നടത്തുന്നത്. എന്നാൽ നമുക്കറിയാം ഝാൻസി റാണി നമുക്കറിയാം വേദിയിലെത്തുകയാണ്. ഓക്കെ, മ്യൂസിക് പ്ലീസ്. भाग भाग रे भाग फिरंगी झांसी की रानी आई है, भाल तिलक और हाथ खड़क दुर्गा है काली माई है। भाग फिरंगी भाग भाग रे भाग जमाई है, नच नच कोयलों पे रात बिताई है, अखियों की नींद मैंने तुमको से उड़ा दी। ഏറ്റവും കർമ്മധീരരായ ധീരദേശാഭിമാനികളായ വേഷധാരികൾ വേദിയിലെത്തും. मुकेश बाबू हाईटेक भवानीगंज. ഇരുപത്തി 21-ാം തീയതി
വിദ്യാരംഗ കലാസാഹിത്യ വേദിയുടെ നേതൃത്വത്തിലുള്ള സമുചിതമായ രീതിയിലുള്ള വർണ്ണാഭമായ LKG UKG പഠിക്കുന്ന ചെറിയ ചെറിയ കുട്ടികൾ പല രീതിക്കുള്ള പരിപാടികൾ കരയാതെയോ മടികാട്ടാതെയോ ക്ഷീണം കാട്ടാതെയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. നന്ദി അറിയിക്കുക എന്നതാണ്. ആദ്യമായി നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച വിദ്യാലയത്തിന്റെ പ്രിയ മാനേജർ ശ്രീമതി റംലത്ത് മാമിനെ ആ ചെറിയ ചെറിയ കുട്ടികളിലേക്ക് ഇത്രത്തോളം എഫേർട്ട് എടുത്തുള്ള സ്പീച്ചിങ്ങും കാര്യങ്ങളും ഡാൻസും ഒക്കെ പഠിപ്പിക്കാൻ LKG UKG ഉള്ള കുട്ടികളിലേക്ക് പഠിപ്പിക്കണമെങ്കിൽ ആ ടീച്ചേഴ്സും പാരൻസൊക്കെ എത്ര എഫേർട്ട് എടുത്തിട്ടുണ്ടാവും. പിന്നെ അതുമല്ലാതെ വേറെ കുറേ കുട്ടികളുടെ ഡാൻസും സ്പീച്ചും എല്ലാം അടിപൊളിയായിരുന്നു. ഫുള്ളായി എൻജോയ് ചെയ്ത് കുറച്ചൊക്കെ എൻ്റെ സ്കൂൾ ലൈഫും കാര്യങ്ങളൊക്കെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ വീട്ടിലേക്ക് വന്നപ്പോൾ ഫുൾ വീഡിയോസും കാര്യങ്ങളൊന്നും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. രാവിലെ നേരത്തെ കൊണ്ടുപോയതുകൊണ്ട് കുട്ടികളെ അത് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാനും ഫ്ലാഗ് പിടിച്ച് കുറച്ച് ഷോ ഒക്കെ കാണിച്ചു. ആകെ ചീളത്തില് പവാടുണ്ടാകുമ്പോ കാണാട്ടോ.